ഹോർമുസിൽ കപ്പൽ ഗതാഗതത്തിന് ഉപരോധം ഏർപ്പെടുത്തിയ അമേരിക്ക. ഇറാനിലോ പുറത്തേക്കോ ഉള്ള കപ്പലുകൾക്ക് 10 മണി മുതൽ ഉപരോധം. ഒരു രാജ്യത്തിനും ഇളവില്ല. ഇറാൻ ഇതര രാജ്യങ്ങളിലേക്ക് പോകുന്ന കപ്പലുകളെ തടയില്ല. കടലിടുക്കിലെ മരണച്ചുഴി കാത്തിരിക്കുന്നുണ്ടെന്ന് ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ്. ഇറാന് സൈനിക സഹായം നൽകിയാൽ ചൈനയ്ക്ക് മേൽ അധിക തീരുവ ചുമത്തുമെന്ന് ട്രംപ്. അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് 50% താരിഫ് ഏർപ്പെടുത്തും. ഭീഷണി: ഇറാന് പുതിയ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ കൈമാറാൻ ചൈന തയ്യാറെടുക്കുന്നതായുള്ള റിപ്പോർട്ടുകൾക്കിടെ ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരുന്നു. 7.6% കൂടി. ബാരലിന് $100 പിന്നിട്ടു. സമാധാന ചർച്ചകൾ തീരാത്തത് തിരിച്ചടി. നെതന്യാഹുവിനെ ആധുനിക കാലത്തെ ഹിറ്റ്ലർ എന്ന് എർദോഗൻ. രക്തദാഹവും വിദ്വേഷവും കൊണ്ട് നെതന്യാഹു അന്ധനായെന്നും വിമർശനം. സമാധാന ചർച്ചകൾ നശിപ്പിച്ചത് നെതന്യാഹു. ഇസ്രായേലിനെ കടന്നാക്രമിക്കുമെന്നും തുർക്കി. തെക്കൻ ലെബനിലെ അതിർത്തി ഗ്രാമങ്ങൾ ആക്രമിച്ച് ഇസ്രായേൽ. വീടുകളിൽ സ്ഫോടക വസ്തുക്കൾ സ്ഥാപിച്ച് നിയന്ത്രിത സ്ഫോടനങ്ങൾ. അതിർത്തി ഗ്രാമങ്ങളിലെ എല്ലാ വീടുകളും നശിപ്പിക്കാൻ നീക്കം. തിരിച്ചടിക്കുമെന്ന് ഹിസ്ബുള്ള. നിതിൻ രാജിന്റെ മരണത്തിൽ ലോൺ ആപ്പുകാരുടെ ഭീഷണി തള്ളാതെ പോലീസ്. അന്വേഷണ പരിധിയിൽ ലോൺ ആപ്പിലെ മെസ്സേജുകളും. അധ്യാപകർ ഉടൻ അറസ്റ്റിലായേക്കും. സഹപാഠികളുടെ മൊഴിയെടുക്കാനും പോലീസ്. കൊലപാതകമെന്ന് കുടുംബം. കായംകുളത്തെ പീഡന പരാതിയിൽ പോലീസിനെതിരെ ഗുരുതര ആരോപണം. യുവതി പരാതിയും മൊഴിയും നൽകിയിട്ടും സ്റ്റേഷൻ ജാമ്യത്തിൽ ആരോപണ വിധേയനെ വിട്ടയച്ചെന്ന ആക്ഷേപം. DGP ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിയോട് റിപ്പോർട്ട് തേടി. വ്യാപാര വ്യവസായി ഏകോപന സമിതി നേതാവിനെ സംഘടനയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. ബീഹാറിൽ സർപ്രൈസ് മുഖ്യമന്ത്രിയോ? സമ്രാട് ചൗധരി മുഖ്യമന്ത്രിയാകുമെന്ന സൂചനകൾക്കിടെ ഉപമുഖ്യമന്ത്രി വിജയ് കുമാർ സിൻഹയും കളത്തിൽ. നിരീക്ഷകനെ നിയോഗിച്ച് BJP. നിതീഷ് കുമാർ മുഖ്യമന്ത്രി സ്ഥാനം ഇന്നോ നാളെയോ രാജിവെക്കും. ആശാ ഭോസ്ലെക്ക് വിട. സംസ്കാരം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ ഇന്ന് മുംബൈ ശിവാജി പാർക്കിൽ. IPL-ൽ ബംഗളൂരുവിന്റെ കുതിപ്പ്. മുംബൈ ഇന്ത്യൻസിനെ 18 റൺസിന് തകർത്തു. ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.